ഞാൻ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് റാങ്ക് മിത്ര എന്ന് പറയുന്ന സൈറ്റ്, റാങ്ക് ഗുരുജി എന്ന് പറയുന്ന സൈറ്റ്. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ആവറേജ് മാർക്ക് കിടക്കുന്നത് ഏത് ഷിഫ്റ്റിലാണെന്നുള്ളതാണ്. ഏറ്റവും ലോവസ്റ്റ് ആവറേജ് മാർക്ക് റാങ്ക് മിത്രയിൽ പറഞ്ഞിരിക്കുന്നത് 19/12, അതായത് ഡിസംബർ 19-ാം തീയതി മോർണിംഗ് ഷിഫ്റ്റിൽ 42 മാർക്കാണ് അവിടെ ആവറേജ് മാർക്കാണ്. ഞാൻ പറഞ്ഞത് ടോപ്പ് മാർക്കല്ല, ആവറേജ് മാർക്കാണ്. അപ്പോൾ ആ ഷിഫ്റ്റിൽ അറ്റൻഡ് ചെയ്ത 3012 കുട്ടികൾ അവരുടെ റെസ്പോൺസ് ഷീറ്റ് ഈ 19/12/2025 ഡിസംബർ 19-ാം തീയതിയിൽ മോർണിംഗ് ഷിഫ്റ്റിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള 3012 കുട്ടികൾ അവരുടെ റെസ്പോൺസ് ഷീറ്റ് എന്ത് ചെയ്തു, അപ്ലോഡ് ചെയ്തു. അപ്പോൾ അവരുടെ ആവറേജ് മാർക്ക് 42 ആണ്. അങ്ങനെ എത്ര ഷിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ 101 ഷിഫ്റ്റിലെയും കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ മാർക്കുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കുറവ് മാർക്ക് ഈ ഷിഫ്റ്റിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആവറേജ് മാർക്ക് എന്നാണ് ആര് പറയുന്നത്, റാങ്ക് മിത്ര പറയുന്നത്. റാങ്ക് ഗുരുജി പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. 42 തന്നെയാണ് ആവറേജ്. പക്ഷേ നവംബർ 27-ാം തീയതി ഷിഫ്റ്റാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെ കുറച്ച് കുട്ടികൾ കമ്പയർ ടു റാങ്ക് മിത്ര കുറച്ച് കുട്ടികൾ മാത്രമാണ് ആ ഷിഫ്റ്റിൽ നിന്ന് ഡാറ്റ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. റാങ്ക് ഗുരുജിയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ എണ്ണം പൊതുവിൽ കുറവാണ് കമ്പയർ ടു റാങ്ക് മിത്ര. ഓക്കെ, ഇനി ഹയസ്റ്റ് മാർക്ക്, അതായത് ഏറ്റവും എളുപ്പമുള്ള ഷിഫ്റ്റ് ഏതാണെന്നുള്ള ചോദ്യത്തിൽ ഈ രണ്ട് വെബ്സൈറ്റും പറയുന്നത് ഒരേ ഷിഫ്റ്റാണ്. ഏതാണത്? ഡിസംബർ 14-ാം തീയതിയിലത്തെ രാവിലത്തെ ഷിഫ്റ്റ് വളരെ എളുപ്പമുള്ളായിരുന്നു. 50-ൽ പരം മാർക്കാണ് അവിടുത്തെ ആവറേജ് മാർക്ക്. ഏറ്റവും കുറഞ്ഞ മാർക്ക് അല്ലെങ്കിൽ കുറഞ്ഞ ആവറേജ് 42 ആണെങ്കിൽ 55 മാർക്ക് വരെ കിട്ടിയിട്ടുള്ള ഷിഫ്റ്റുകളുണ്ട്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു 13 മാർക്കിന്റെ വേരിയേഷൻ ഉണ്ട്. ഈ 13 മാർക്കിന്റെ വേരിയേഷൻ എന്തിലും വരും, നോർമലൈസേഷനിലും വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എനിക്ക് 50 മാർക്കേ ഉള്ളൂ, ഞാൻ ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന കുട്ടികളാണെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ 13 മാർക്ക് വരെ ഇൻക്രീസ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഷിഫ്റ്റ് ആയിരിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ഈ റാങ്ക് മിത്രയുടെയും റാങ്ക് ഗുരുജിയുടെയും സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ 101 ഷിഫ്റ്റുകൾ എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. ഈ ഡാറ്റ എല്ലാം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. നിങ്ങൾ തന്നെ കയറി നോക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് SSCയുടെ കുട്ടികളും അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ ചെയ്യുന്നതാണ്. പല കുട്ടികളും ചിലപ്പോൾ അറിയാത്തവരുണ്ടായിരിക്കും ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ സൈറ്റുകളൊക്കെ ഒന്ന് യൂസ് ചെയ്യാനായിട്ട് നോക്കുക.